ഹലോ ഗൈസ്, അങ്ങനെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു സ്വരാജ് ദ്വീപ് എന്ന ഐലൻഡിലാണ്. അതായത് നമ്മൾ മെയിൻ ഐലൻഡായ പോർട്ട് ബ്ലെയറിൽ നിന്നും സ്വരാജ് ദ്വീപിലേക്ക് ഒരു ക്രൂസിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 മണിക്ക് യാത്രയ്ക്ക് ശേഷം സ്വരാജ് ദ്വീപിലെത്തിയിരിക്കുന്നു. മക്രൂസ് എന്ന ക്രൂസ് ഷിപ്പിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇതാണ് അതിൻ്റെ ഒരു ഡോക്ക്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആയിക്കൊണ്ട് കൂടുതൽ ടൂറിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞങ്ങൾ അതിൻ്റെ ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കണേന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ കാലപ്പത്തർ ബീച്ചിലെത്തിയിരിക്കുന്നു. സ്വരാജ് ദ്വീപ് വൺ ഓഫ് ദി ഐക്കോണിക് സ്പോട്ട്സ് ആണ്. മെയിൻലി സ്വരാജ് ദ്വീപിൽ 4 ബീച്ചാണ് ഉള്ളത്. വിജയനഗർ ബീച്ച്, രാധാനഗർ ബീച്ച്, കാലപ്പത്തർ ബീച്ച്, എലിഫൻറ്റ് ബീച്ച്. ഈ 4 ബീച്ചാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ്. പിന്നെ സൺറൈസ് ആണെങ്കിൽ വിജയനഗർ ബീച്ചും രാധാനഗർ ബീച്ച് സൺസെറ്റ് കാണാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് അവിടുത്തെ ബീച്ച്. നമുക്കിവിടെ കാണാൻ പറ്റും നല്ല ക്ലിയർ വാട്ടറാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ പോയി ഉച്ച സമയത്തായിരുന്നെങ്കിലും ഇവിടെ അധികം വെയിലൊന്നും ഉണ്ടായില്ല. അത് ഞങ്ങൾക്കൊരു ഭാഗ്യമായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. അത് കഴിഞ്ഞ് പോയ സ്പോട്ടാണ് രാധാനഗർ ബീച്ച്. ഈ ബീച്ചസ് എല്ലാം ഒരു 3 to 4 കിലോമീറ്റർ റേഡിയസിലാണ്. അതായത് കാലപ്പത്തർ ബീച്ചിൽ നിന്ന് രാധാനഗർ ബീച്ചിലേക്ക് ഏകദേശം 3 to 5 കിലോമീറ്റേഴ്സും എലിഫൻറ്റ് റോക്ക് ബീച്ചിലേക്കും ഏകദേശം 3 കിലോമീറ്റേഴ്സാണുള്ളത്. ഇത് പിന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു ബീച്ചാണ്. അത് മെയിൻലി ഡെഡ് കോറൽസ് ആണ് അവിടെ ഉണ്ടായത്. ഇതൊരു ഡൈവിങ് ബീച്ചും കൂടിയാണ്. അതായത് കൂടുതൽ ഡൈവേഴ്സ് എന്ന ബീച്ചാണ്. അങ്ങനെ അന്നത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. ഇനി ഞങ്ങൾ തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് പോകും. അപ്പോൾ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഞങ്ങൾ പുതിയൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.